ഇന്ന് ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നലെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നിക്ക് ചിക്കനാണ് കേട്ടോ വെക്കുന്നത്. രാവിലെ ഒന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അന്ന് ഞായറാഴ്ച അപ്പോൾ ഒരുപാട് നേരമായി എണീക്കാൻ. അപ്പോൾ ഉച്ചക്കലത്തെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ വ്ളോഗ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും, എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും ചെയ്യണം കേട്ടോ, ഒരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് പോകണം. അപ്പോൾ അതാ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്മെല്ല് വരാതിരിക്കാൻ ലൈസോളാണ് കേട്ടോ ഒഴിച്ച് തുടയ്ക്കുന്നത്. അപ്പോൾ ഒത്തിരി ആ ചിക്കൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും. പിന്നെ ഇതാ ചിക്കനൊക്കെ ഉള്ളതൊക്കെയാണ് കേട്ടോ ഇടുന്നത്. എൻ്റെ രീതിക്കാണ് ഞാൻ വെക്കുന്നത്. ചിക്കൻ എല്ലാവർക്കും വെക്കാൻ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക്. അപ്പോഴത്തേക്ക് ചോറ് വെന്ത് വന്നിട്ടുണ്ട്, നമുക്കത് വാർത്തെടുക്കാം. ഒരുപാട് നേരമുണ്ട് കേട്ടോ. ഒന്ന് ഞായറാഴ്ച അപ്പോൾ പതുക്കെയാണ് എണീറ്റത്. പിന്നെ ഇതാ ചിക്കനൊക്കെ വേണ്ടത് സബോളയും ഒക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. നന്നായി വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴട്ടണം. പിന്നെ ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ച ഗരം മസാലയുടെ പൊടി കേട്ടോ 1 സ്പൂൺ ഇടുന്നത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങാറില്ല. പിന്നെ ഇത്തിരി നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഒന്ന് വെന്ത് വരും. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഇതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ പൊടികളായിട്ട് ഇത്തിരി ചിക്കൻ മസാലയുടെയും മല്ലിപ്പൊടിയും ഞാൻ ഒന്ന് ചീൻചട്ടിയിലിട്ട് വറുത്തിട്ട് ഞാൻ ചിക്കനിൽ മിക്സ് ചെയ്ത് വെക്കേ. പിന്നെ ഇതാ ഒന്ന് പകുതി വേവാകുമ്പോഴേക്കും കുരുമുളക് പൊടി ഇടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇറക്കാറാകുമ്പോൾ ചെറിയ ഉള്ളി നന്നായി ചെറുതായി അരിഞ്ഞ ശേഷം വെളിച്ചെണ്ണയിൽ വഴറ്റി അതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ചൂട് ചോറും ചിക്കൻ കറിയും. ഇത്രയുള്ള എൻ്റെ